Yes, sir. നമ്മൾ 5 ട്രാൻസ്പോർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ 60 കമാൻഡിങ് പോയിൻറ്റ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തുകൊണ്ടാണ് ഈ 5 പോയിൻറ്റുകളും വന്നിട്ട് ഓരോ എലമെൻ്റൽ പോയിൻ്റാണ്. മെറീഡിയൻസിൽ കുറേ പോയിൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ 5 എലമെൻറ്റ് പോയിൻറ്റ്സിന് വളരെയേറെ പ്രാധാന്യമാണെന്ന് നമ്മൾ നോക്കി. എന്തുകൊണ്ടാണ് അതിന് ഓരോ പേരും അങ്ങനെ വരാനുള്ള കാരണം? അതായത് നമ്മൾ പൊതുവേ വന്നിട്ട് വാട്ടർ എലമെൻറ്റ് അല്ലെങ്കിൽ വുഡ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ചൈനീസിൽ ടെർമിനോളജിയിൽ വിരലുകളുടെ അറ്റത്തുള്ളതിനെയൊക്കെ ജിങ്വൽ, പിന്നെ അല്ലെങ്കിൽ മറ്റേ ഇൻമെറിഡിയൻ ആണെങ്കിൽ കൈയിൻ്റെ ഉൾവശത്തുള്ളതിനെ സ്പ്രിംഗ് മെറീഡിയൻ എന്നുള്ളതും, അതേമാതിരി തന്നെ നമ്മുടെ റിസ്റ്റ് ക്രീസിൽ വരുന്നതിനെ സ്ട്രീം പോയിൻ്റ് എന്നും, നമ്മുടെ ആമിൽ വരുന്ന പോയിൻറ്റ്സ് അല്ലെങ്കിൽ റിസ്റ്റ് കഴിഞ്ഞിട്ട് വരുന്ന ആ സമതല പ്രദേശത്ത് വരുന്ന പോയിൻറ്റുകളെ റിവർ പോയിൻ്റ് എന്നും, കൈമുട്ടുകളിലെ പോയിൻ്റ് സീ പോയിൻ്റൊക്കെ എന്തുകൊണ്ടാണ് അതിനെ ആ പേര് പറയുന്നത് എന്നുള്ളതൊക്കെ നോക്കി. ഇനി ഹൊറാറി പോയിൻറ്റ്സ് ആണ്. ചില സ്ഥലങ്ങളിൽ കമാൻഡിങ് പോയിൻറ്റ്സ് എന്നും പറയാറുണ്ട് ഈ ഹൊററി പോയിൻറ്റ്സിന്. ആക്ച്വലി ഈ ഹൊററി പോയിൻറ്റ്സ് വന്നിട്ട് നമുക്ക് അതിന് കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ഹൊറാറി പോയിൻറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് മെറീഡിയനിലെ അതാത് പോയിൻ്റ്, അതായത് എർത്ത് മെറീഡിയനിലെ എർത്ത് പോയിൻ്റ്, വാട്ടർ മെറീഡിയനിലെ വാട്ടർ പോയിൻ്റ്, ഫയറിലെ ഫയർ പോയിൻ്റ്, എർത്തിലെ എർത്ത്, വുഡിലെ വുഡ്, ഇങ്ങനെ അതാത് മെറീഡിയനിലെ അതാത് പോയിൻറ്റ്സ്. അതിനെ ഹൊററി പോയിൻ്റ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ, ചെറിയ കുട്ടികളൊക്കെ ഒരു 5 വയസ്സ് ഒക്കെ ഉള്ള പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, നമ്മളിപ്പോൾ അടുത്ത വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഭയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ ആ കുട്ടി ആ ഭയം കാണിക്കും അല്ലെങ്കിൽ ആ റെസ്പെക്റ്റ് കാണിക്കും. പക്ഷേ അവരെ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും അവരവിടുത്തെ രാജാവാണ് അല്ലേ. പിന്നെ നമ്മളെ തിരിച്ച് ഇങ്ങോട്ട് മിരട്ടും. സോ അതേമാതിരി ഹൊററി പോയിൻറ്റ്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എപ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓർഗൻ ബ്ലോക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ എലമെൻറ്റിനും സ്പെസിഫിക് ആയിട്ട് നമുക്ക് ടൈമുണ്ട്, 2 മണിക്കൂർ വെച്ചിട്ട്. ഈ ടൈമിൽ നിങ്ങൾ ആ ഹൊററി പോയിൻറ്റ്സിനെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഓർഗണിനെയും മെറീഡിയനെയും റീജനറേറ്റ് ചെയ്യാനും ആ ഓർഗൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പെട്ടെന്ന് മാറ്റാനും സഹായിക്കുന്ന പോയിന്റുകളാണ് ഹൊററി പോയിൻറ്റ്സ്. ഇതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഓർഗൻ ക്ലോക്കിൻ്റെ സമയത്ത് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ നല്ല റിസൾട്ട് കാണാറുള്ളത്. ഇപ്പോൾ ലങ് ഉപയോഗിക്കുകയാണെങ്കിൽ ലങ്ങിൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 3 to 5 ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ഹൊററി പോയിൻറ്റ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹൊററി പോയിൻ്റ് ഏതാണ് ലങ്ങിൻ്റെ? പറയാമോ ആരെങ്കിലും ഒരാൾ? ഹലോ, ഏതെങ്കിലും ഒരു ഹൊററി പോയിന്റ് പറയാമോ? ഈ ഹാർട്ടിൻ്റെ പറഞ്ഞൂടെ? കുറച്ചുകൂടി എളുപ്പമല്ലേ? ആരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എച്ച് 8. എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം? ഫയറിലെ ഫയർ പോയിന്റ്. അതെ. അപ്പോൾ അത് നമുക്കിതിൻ്റെ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആ ഓർഗൻ ക്ലോക്കിൻ്റെ സമയത്ത് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ചിലപ്പോൾ ലിവറിനൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഞാൻ പൊതുവെ എന്താ ചെയ്യാറെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പ്രസ് നീഡിലുണ്ടല്ലോ, സ്റ്റിക്കർ നീഡിൽ എന്ന് പറയും, ആ നീഡിൽ ഒട്ടിച്ചു കൊടുക്കും. അതില്ലാത്ത സമയത്ത് സുജോക്കിൻ്റെ നീഡിൽ തന്നെ ചരിച്ചിട്ട് ഏറ്റവും 15 ഡിഗ്രി അളവിൽ ചരിച്ച് നീഡിലിട്ട ശേഷം ഒരു ടേപ്പ് ഒട്ടിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് കളയാൻ പറയും. ഓക്കെ, പൊതുവെ ഞാൻ ചെയ്യുന്നത് ആ സിസ്റ്റമാണ്. അപ്പോൾ അൺടൈമിലുള്ളതിന് അപ്പോൾ സ്പെസിഫിക്കായി ടൈം പറയും ആ ഓർഗൻ്റെ കഴിഞ്ഞ ശേഷം. അപ്പോൾ രാത്രിയാണല്ലോ വരിക, അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എടുത്തു കളയാനാണ് ഞാൻ പറയാറ്. പൊതുവേ കോൺസ്റ്റിപ്പേഷനൊക്കെ ലോങ് ടേം ഉള്ളവർക്കൊക്കെ നമ്മളിങ്ങനെ സുജോക്കിൻ്റെ നീഡിൽ തന്നെ 15 ഡിഗ്രി ചരിച്ചിട്ടിട്ട് ടേപ്പ് ഒട്ടിച്ച് അയക്കുന്ന സമയത്ത് നല്ല റിസൾട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഹൊററി പോയിൻറ്റ്സ് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ പോയിൻറ്റിൻ്റെ ഗ്രൂപ്പിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണ്. അപ്പോൾ അതിൽ ഹൊററി പോയിൻറ്റ്സും ഒരു ഗ്രൂപ്പ് തന്നെയാണ്. കമാൻഡ് പോയിൻറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. നമുക്കറിയാം കമാൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് അതാത് മെറീഡിയനിലെ അതാത് പോയിൻ്റാണ്. ഓക്കെ, അപ്പം ലങ് ആണെങ്കിൽ LU8 ആണ്. ഓക്കെ, പിന്നെ ഹാർട്ടിനാണെങ്കിലും പെരിക്കാർഡിയത്തിനാണെങ്കിലും ഫയറിലെ ഫയർ എന്ന് പറയുമ്പോൾ ഹാർട്ട് 8ഉം പെരിക്കാർഡിയം 8ഉം ആണ്.
സ്പ്ലീൻ മെറീഡിയൻ്റെ വന്നിട്ട് SP3 ആണ്, കാരണം SP3 ആണ് എർത്ത് പോയിൻ്റ്. കിഡ്നിയുടെ K10 ആണ്, അത് നമ്മുടെ കാൽമുട്ടിലാണുള്ളത്. ലിവറിൻ്റെ LIV1, ലിവർ 1. കാരണം ഇതിനകത്ത് എല്ലാവരും എഴുതിയത് വന്നിട്ട് എന്താ വെച്ചാൽ ഓരോ രാജ്യങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിത് നെറ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും എന്ന് പറയുന്നത് ലിവർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ്. അതേമാതിരി കിഡ്നിക്ക് KI എന്നാണ് ഇപ്പോൾ നമ്മൾ ചിത്രത്തിൽ കണ്ടിരിക്കുന്നത്. ചില സമയത്ത് ചില പുസ്തകങ്ങളൊക്കെ KD എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് പ്രശ്നമല്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇന്നതാണെന്ന് മനസ്സിലായാൽ മതി. നമ്മൾ മെയിനായിട്ട് എന്താ വെച്ചാൽ ഇതെല്ലാം വന്നിട്ട് നമ്മൾ നോക്കുന്നത് ഇൻമെറിഡിയൻ ആയതുകൊണ്ട് ഞാൻ അതിനെ മാത്രം മാർക്ക് ചെയ്തു. അതേമാതിരി തന്നെ ലാർജ് ഇൻഡസ്ട്രിയൻ ആണെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയൻ മെറ്റലാണ്, LI1 ആണ് നമ്മളുടെ ഇവിടെ ഹൊററി പോയിന്റ് വരിക. സ്മാൾ ഇൻഡസ്ട്രിയൻ ഫയർ ആയതുകൊണ്ട് SI5 വരും. ട്രിപ്പിൾ വാർണർ അല്ലെങ്കിൽ ഹലോ ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ സൗണ്ട് ഉണ്ട്, വോയിസ് ക്ലിയർ ബാക്ക്ഗ്രൗണ്ട് എല്ലാം TV എല്ലാം ഓഫ് ആണല്ലോ. സംതിങ് സൗണ്ട് ഉണ്ട്. ഫാൻ ഓഫ് ആക്കി നോക്കട്ടെ. ഓക്കേ, ഹലോ, ഇപ്പോഴും കേൾക്കുന്നുണ്ടോ? ഹലോ, എന്തോ ഒരു ചെറിയ സൗണ്ട് ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ വേറെ ഒന്നും ഇല്ല. ഇനി ആ കൂടിയുള്ളത് സീലിംഗ് ഫാൻ മാത്രം ഓഫാക്കാണ്. സീലിംഗ് ഫാൻ ഓഫാക്കി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ടേബിൾ ഫാനൊക്കെ ഞാൻ ഓഫാക്കി. ഓക്കെ, ഇപ്പോഴും വരുന്നുണ്ട് സൗണ്ട്? ഹലോ, ചെറിയൊരു സൗണ്ട് ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, അത് ഞാൻ സീലിംഗ് ഫാൻ ഓഫാക്കിയിരിക്കുക. എത്ര നേരം ഞാൻ എടുക്കുന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ഇല്ല, ഓഫ് ആക്കേണ്ട സാർ, സാറിന് ചൂട് എടുക്കൂലേ? കുഴപ്പമില്ല കുഴപ്പമില്ല. ഓക്കെ, സോ നമ്മൾ ഹൊററി പോയിന്റ്സ് ഓർഗൻ ക്ലോക്കിൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്നത് അതാത് ഓർഗൻസിനെ റീജനറേറ്റ് ചെയ്യാനും മെറീഡിയനെ റീജനറേറ്റ് ചെയ്യാനും നമുക്ക് വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മറ്റേ പോയിൻ്റാണ്. അത് മാത്രമല്ല ഈ പോയിന്റ് ആക്ച്വലി ഡയഗ്നോസ് ചെയ്യാനും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഞാൻ ഫാൻ ഇട്ടോട്ടെ, എവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതാ പറഞ്ഞ സാറ് ഫാൻ ഇട്ടോ, വെറുതെ ഉള്ളത് ഇതാ, അല്ലെങ്കിൽ നല്ല ചൂടുണ്ട്. പാലക്കാട് ഇത്തിരി എക്സ്ട്രീം ഹീറ്റുള്ള സ്ഥലമാണ്. അപ്പം നമുക്ക് ഈ ഹൊററി പോയിന്റ്സ് എന്ന് പറയുന്നത് വന്നിട്ട് വളരെ ഡയഗ്നോസിസിന് ഉപയോഗിക്കാൻ പറ്റും. പല പോയിന്റ്സും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പോയിന്റിന് നീഡിൽ ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക പോയിന്റ്സിലും ആ പോയിന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ അവിടെ ഒരു ടെമ്പർനെസ്, അതായത് തൊടുമ്പോൾ ഹാർഡ്നെസ്, അതായത് ഉള്ളിനകത്തേക്ക് നീർക്കെട്ടോ എന്തെങ്കിലും വന്നതുപോലെയോ അല്ലെങ്കിൽ ഒരു കുരുവുള്ള പോലെയോ ഒരു തടസ്സം നമുക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, അത് സെൻസ് ചെയ്യാൻ പറ്റും. അതേമാതിരി ക്ലയൻറ്റിന് അവിടെ ഒട്ടുമിക്ക ആളുകൾക്കും ആ പോയിന്റ് ആവശ്യമുണ്ടെന്ന് പറയുകയാണെങ്കിൽ പെയിൻഫുൾ ആയിരിക്കും. ഓക്കെ, ആ പോയിന്റ്സ്. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് അത് ഏതെങ്കിലും രീതിയിൽ ആ പോയിന്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് പെയിനായിട്ടോ ടെൻഡർനെസ്സിനകത്തായിട്ടോ അല്ലെങ്കിൽ ടെമ്പറേച്ചറിലോ വന്നിട്ട് നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ തരും ഈ പോയിന്റിൻ്റെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ കൂടെ ഉപയോഗിക്കാവുന്ന ഒരു ഏറ്റവും നല്ല പോയിൻ്റാണ് ഈ ഹൊററി പോയിൻറ്റ്സ്. ഇപ്പോൾ LU8 അല്ലെങ്കിൽ H8 നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ ആ മെറീഡിയനിൽ അല്ലെങ്കിൽ ആ ഓർഗണിൽ എനർജി ചെറിയൊരു ഇംബാലൻസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളത് റെഗുലറായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഹൊററി പോയിൻറ്റ്സ് അല്ലെങ്കിൽ കമാൻഡിങ് പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വന്നിട്ട് മറ്റേ ഡയഗ്നോസിസിനും ഉപയോഗിക്കാം, അതേ സമയത്ത് മറ്റേ ട്രീറ്റ്മെൻറ്റിനും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഈ ഹൊററി പോയിൻറ്റ്സ്. ക്ലിയർ ആണോ അത്? ഹലോ, ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ചെരിച്ചിട്ട് പിന്നെ നീഡിൽ ചെയ്യാന്ന് പറഞ്ഞില്ല, അതെങ്ങനെയാണ് സാർ? ഞാനൊരു വീഡിയോ ഓൺ ചെയ്യേണ്ടി വരും, ഒരു മിനിറ്റ്.
ഞാൻ നീഡിലൊന്നും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. എൻ്റെ കൈ കാണുന്നുണ്ടാവും. നമ്മൾ സാധാരണ നീഡിൽ ഇങ്ങനെയാണ് കുത്തുക അല്ലേ? അല്ലേ? അതെ. അതിന് പകരം ഇങ്ങനെ ചരിച്ച് കുത്താം. കാണുന്നില്ല TW6 കാണുന്നില്ല. സാധാരണ നമ്മൾ നീഡിൽ ഇങ്ങനെ കുത്തുന്നു TW6. അതിന് പകരം ഇങ്ങനെ ചരിച്ച് കുത്തി കഴിഞ്ഞ് ഇതിന് മേലെ ടേപ്പ് ഒട്ടിക്കുക. ഓക്കെ, നിങ്ങൾ സ്റ്റിമുലേഷൻ, സെഡേഷൻ, നീഡിൽ സിസ്റ്റത്തിലൊക്കെ വരുന്ന സമയത്ത് ഈ ചരിഞ്ഞു കുത്തുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് അത് വരുമ്പോൾ നോക്കാം. ഓക്കെ, അത് കുഴപ്പമില്ല. നീഡ്ലിങ്ങിന് ഒരുപാട് സിസ്റ്റം ഉണ്ട്. മറ്റേ നമ്മുടെ പ്രകൃതിയിൽ എങ്ങനെയാണോ വൈവിധ്യം നിറഞ്ഞത് അതേമാതിരി തന്നെ TCMനും വൈവിധ്യം നിറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കഴിയുന്നത് ഒരു നോട്ടിന്റെ പിന്നിലെങ്കിലും എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അപ്പൊ ഇത് നമുക്ക് പിന്നീട് നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ആവും, സംശയങ്ങളുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഈ ഹൊററി പോയിന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പിംഗിൽ നമുക്ക് അറിയാനുള്ളത് ടോണിഫിക്കേഷൻ പോയിന്റ് ആൻഡ് സെഡക്റ്റീവ് പോയിന്റ് എന്ന് പറയും. അതായത് നമ്മൾ ഒരു ഹലോ ജമീല മാം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, ഇപ്പം നമുക്കൊരു ഒരു പോയിന്റിന് നമുക്ക് എപ്പോഴും വന്നിട്ട് ഒരു കുട്ടിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ഉണ്ട്, മറ്റെങ്കിൽ വീട്ടിലൊരാളുണ്ടെങ്കിൽ അവർ നമുക്ക് രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഒന്ന് ഓർമ്മിക്കണം. ഒന്ന് ടോണിഫിക്കേഷൻ പോയിന്റ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നമ്മൾ എങ്ങനെയാണ് അവരെ മറ്റേ കുലുക്കി വിളിച്ച് എണുത്തി വിടും അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ്? ആ മടിയൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടില്ലേ? അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടോ, അതല്ലെങ്കിൽ കുലുക്കിയിട്ടോ, അതല്ലെങ്കിൽ മുഖത്ത് വെള്ളം തളിച്ചിട്ടോ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കും. അവർ അൺകോൺഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കുറച്ച് വെള്ളം കൈ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മുഖത്തേക്ക് ഇടുന്നതാണ്. എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഉത്തേജനം ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെ ശരീരത്തിനകത്ത് ഒരു ഉത്തേജനം ഉണ്ടാകാൻ വേണ്ടിയിട്ടും അവർ കോൺഷ്യസ് സ്റ്റേറ്റസിലേക്ക് വരാനാണ്. അങ്ങനെ ഒരു പോയിന്റിനെ നമ്മൾ നീഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻറ്റൻഷൻ ആ പോയിന്റിനെ ടോണിഫിക്കേഷൻ ചെയ്യണോ, ആ ഓർഗനെ അല്ലെങ്കിൽ ആ മെറീഡിയനെ ടോണിഫിക്കേഷൻ ചെയ്യണോ, സെഡേറ്റീവ് ചെയ്യണോ? എന്താണ് സെഡേറ്റീവ് എന്ന് പറഞ്ഞാൽ? കുട്ടികൾ രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതേപോലെ കുലുക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നതാണോ പറയുക? പതുക്കെ തലോടി കൊടുക്കുക അല്ലെങ്കിൽ തോളിൽ തട്ടി കൊടുത്തിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ഓർക്കിപ്പിക്കുക. അതെ, കുറച്ച് കൊണ്ടുവരിക. അതെ, അതാണ് ഈ സെഡേഷനും ടോണിഫിക്കേഷനും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമുക്ക് ഓരോ പോയിന്റ്സ് ഇടുമ്പോഴും അത് ചെയ്യാൻ പറ്റും, നീഡിലൂടെയും ചെയ്യാൻ പറ്റും. അതിന് പൊതുവെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഹൊററി പോയിന്റ് ആദ്യം അറിഞ്ഞാൽ മാത്രമാണ് ടോണിഫിക്കേഷൻ പോയിന്റിനെയും മറ്റേ സെഡേഷൻ പോയിന്റിനെയും കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ഹൊററി പോയിന്റിന്റെ തൊട്ട് മുമ്പിൽ ക്രിയേറ്റീവ് സൈക്കിളിന്റെ ഓർഡറിൽ വരുന്ന സമയത്ത് ഹൊററി പോയിന്റിന്റെ തൊട്ട് മുന്നിലുള്ള പോയിന്റിനെ മദർ പോയിന്റ് എന്ന് പറയും. ആ മദർ പോയിന്റ് ടോണിഫിക്കേഷൻ പോയിന്റ് ആണ്. ഹൊററി പോയിന്റ് കഴിഞ്ഞ് വരുന്ന പോയിന്റ് സൺ പോയിന്റ് ആയിരിക്കും, എലമെന്റൽ പോയിന്റ്. ആ എലമെന്റൽ പോയിന്റിനെ സൺ പോയിന്റ് എന്ന് പറയും. അത് സെഡക്റ്റീവ് പോയിന്റ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഒരു എക്സാമ്പിൾ. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് മറ്റേ ഒരേ മെറീഡിയനിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. മദർ മെറീഡിയനെയും സൺ മെറീഡിയനെയും നമുക്ക് ഉപയോഗിച്ചിട്ടും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ ഓപ്ഷനാണ് എല്ലാത്തിലും TCMൽ. എങ്ങനെയാണോ പ്രകൃതി, അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ഈ പ്രകൃതി എന്നുള്ള വാക്ക് TCM പഠിച്ച ശേഷം പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങണം തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് മുഴുവനും പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ട് പോവുക. ഇന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല. ഇറ്റ് ഈസ് അപ് ടു യു. അതുകൊണ്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തലവേദന പേഷ്യൻസ് വരുമ്പോൾ ഓരോരുത്തരും നീഡിൽ പ്രത്യേകം ഉപയോഗിച്ചാൽ പോലും ഒട്ടുമിക്ക ആളുകൾക്ക് മാറ്റം വരും. എന്താ വെച്ചാൽ നിങ്ങൾ ആ സമയത്ത് ഡയഗ്നോസ് ചെയ്യുന്നത് അതേമാതിരി ആ ശരീരത്തിന് വേണ്ട പോയിന്റ്, നമുക്കറിഞ്ഞ പോയിന്റ് അല്ല, ശരീരത്തിന് ഏത് പോയിന്റ് ആണോ വേണ്ടത് ആ പോയിന്റ് തട്ടിക്കഴിഞ്ഞാൽ ആ അസുഖം മാറും. അപ്പോൾ നമ്പർ ഓഫ് ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവിടെ പോയി നിന്നാൽ പോലും എന്താണ് ഈ പോയിന്റ് ഉപയോഗിച്ചിരിക്കുന്നത്, അതല്ലേ ഉപയോഗിക്കേണ്ടതെന്നൊന്നും നിങ്ങൾ ദയവായിട്ട് ചോദിക്കരുത്. കാരണം ഓരോ ഇൻഡിപെൻഡൻ്റ് ആൾക്കാരും ഡയഗ്നോസ് ചെയ്യുന്നതിന് ഓരോ വിധം ഉണ്ടാവും. ഓക്കെ, അവർ ആ പോയിന്റ് ഓപ്ഷൻ ചെയ്യുന്നതിന് മൾട്ടിപ്പിൾ റീസണും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾ അതിന് എന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം TCMൽ അങ്ങനെയാണ്. ഇതിൻ്റെ പാറ്റേൺ റിജീമൊക്കെ പറഞ്ഞ് കുറേ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും പോയിന്റ് ചെയ്യാനും എല്ലാം പറ്റുന്നത് നമ്മളുടെ കോസ്മിക് എനർജിയുമായിട്ട് എത്ര കണക്ട് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് നോളേജ് കിട്ടുന്നത്. ഓക്കെ, ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഇൻസിഡൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും മിറാക്കിൾ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ പ്രാക്ടീസിൽ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അതേ പോയിന്റ് ഇനി ഒരാൾക്ക് ഇടുമ്പോൾ കിട്ടിയെന്ന് വന്നിട്ടുണ്ടാവില്ല.
കാരണം ഇതിനെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ ഗ്രൂപ്പിംഗ് പോയിന്റ്, കുറേ മെത്തേഡ്, പിന്നെ അതേപോലെ തന്നെ പാറ്റേണിലേക്ക് പോകുന്ന സമയത്ത് കുറേ നീഡ്ലിംഗ് പറയും, ഇതെല്ലാം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 20 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഓരോ പാറ്റേണിൽ പറഞ്ഞു തരും. ആ 20 നിങ്ങൾ ഉപയോഗിക്കേണ്ട, നിങ്ങൾ കോമ്പിനേഷൻസ് ഉപയോഗിക്കണം. ആ കോമ്പിനേഷൻ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക. പൊതുവേ മൾട്ടിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ 10-20 പോയിന്റ് ഇടുന്നതല്ല ട്രീറ്റ്മെൻറ്റ്. പൊതുവേ പറയാറുള്ളത് ഓരോ സിസ്റ്റം ഉണ്ട്, 2 നീഡിൽ, 4 നീഡിൽ, 5 നീഡിൽ, നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി TCM ഒക്കെ തെൻസി മാം എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള നീഡിങ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് സിംഗിൾ, നിങ്ങൾ സിംഗിൾ ചെയ്താൽ മതി. അല്ല, എനിക്ക് ചില ആൾക്കാർക്ക് സിംഗിൾ, ചിലർക്ക് മൾട്ടി. നിങ്ങൾ ഏതാണോ കംഫർട്ടബിൾ നിങ്ങൾ അത് ചെയ്തോളുക. ഓക്കെ, അതല്ലാണ്ട് ഇത് തെറ്റാണ്, ഇത് ശരിയാണ്, അങ്ങനെയൊന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു കള്ളത്തരം ചെയ്യുന്നതിനും ഏതൊരു കൊല നടക്കുന്നതിനും എല്ലാത്തിനും ഒരു പ്ലസ്സും ഉണ്ടാവും, ഒരു നെഗറ്റീവും ഉണ്ടാവും, ഒരു ഇന്നും ഉണ്ടാവും, യാങ്ങും ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ഏതാണോ കൺസിഡർ ചെയ്യുന്നത്, ഏതൊരു വ്യക്തി ആയിക്കോട്ടെ എന്ത് വലിയ തെറ്റ് ചെയ്താലും അവർക്കൊരു ന്യായീകരണം ഉണ്ടാവും. ഏതൊരാൾ എന്ത് നല്ലത് ചെയ്യുകയാണെങ്കിലും അതിനും ഒരു ന്യായീകരണം ഉണ്ടാവും. അതിനെ കുറ്റം പറയാനും കുറേ പേര് കാണും. കുറ്റം കാണുന്നവർക്ക് അത് കുറ്റമായിട്ടും പോസിറ്റീവായി കാണുന്നവർക്ക് അത് പോസിറ്റീവായിട്ടും മാറും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ലോകത്ത് ഒരു കാര്യമില്ല എല്ലാവർക്കും നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇത്ര ചൂടാണ്, നല്ല മഴ പെയ്തു എന്ന് വയ്ക്കുക, പുറത്ത് പണിയെടുക്കുന്ന ആളുകൾ, പുറത്ത് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ മഴേനെ ശപിക്കും. ഓക്കെ, എല്ലാത്തിനും അങ്ങനെയാണ്. എല്ലാത്തിനും വന്നിട്ട് കുറച്ച് പേര് കുറ്റവും കാണും, കുറച്ച് പേര് നല്ലതും കാണും, ചിലവർ ന്യൂട്രലായിട്ടിരിക്കും. ഇതൊക്കെ പ്രകൃതി തത്വങ്ങൾ തന്നെയാണ്. ഇത് തന്നെയാണ് നമുക്ക് ലോകത്ത് കാണാനും പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഒരു ഓർഗണിനെ ടോണിഫിക്കേഷൻ ചെയ്യണം, അതല്ല എങ്കിൽ ഒരു മെറീഡിയനെ ടോണിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മദർ പോയിന്റ്സിനെ ഉപയോഗിക്കുക. അതേ സമയത്ത് ഒരാൾക്ക് ദേഷ്യം കൂടുതലാണ്, ലിവർ ഹീറ്റ് ആണെന്ന് വയ്ക്കുക ഒരു എക്സാമ്പിൾ. ആ സമയത്ത് ലിവറിൻ്റെ ഹീറ്റ് കുറയ്ക്കണം. അപ്പോൾ ലിവർ ഫയറിൻ്റെ അല്ലെങ്കിൽ ലിവറിൻ്റെ ഹൊററി പോയിന്റിൻ്റെ തൊട്ടടുത്ത പോയിന്റ് ഉപയോഗിക്കുക. അപ്പോൾ ലിവർ എന്ന് പറയുന്നത് വുഡാണ്. വുഡിനെ ആണ് നമുക്ക് കാംനെസ് വരുത്തേണ്ടതെങ്കിൽ ഏത് പോയിന്റ് ഉപയോഗിക്കണം? വുഡ് കഴിഞ്ഞ് വരുന്നത് ഏതാ വരിക? ഫയർ. അപ്പോൾ ലിവറിന്റെ ഫയർ കൂടുവോ കുറയോ? കുറയും. എന്തുകൊണ്ടാ? അതിനെ സെഡേറ്റ് ചെയ്താൽ കുറയും. അത് മാത്രമല്ല, അതെന്തുകൊണ്ടാണ് കുറയണമെന്നുള്ളതും കൂടെ നമ്മുടെ മനസ്സിനകത്ത് വേണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞു, ഇൻസ്പ്രിംഗ് പോയിന്റ്, ജിൻവൽ പോയിന്റ്സിന്റെ തൊട്ടടുത്തുള്ള ഇൻസ്പ്രിംഗ് പോയിന്റിനും അതേ ഓർഗണിനെ കാംനെസ് കൊണ്ടുവരുത്താനാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പോൾ ഇവിടെ ശരീരം ഡിസൈഡ് ചെയ്യുക ആ കാംനെസ്സിനെ കുറയ്ക്കാനാണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുക. അതേമാതിരി LIV3 കുറേ നേരം ഇട്ട് കഴിഞ്ഞാൽ ലോ BP ആകുന്നൊക്കെ അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്നെ ഒരുപാട് നേരം ഇട്ടിട്ടുണ്ട്, ഒരു സംഭവിച്ചിട്ടില്ല. ഈ LIV3 ഒരുപാട് പേർക്ക് ഞാൻ അരമണിക്കൂർ കൂടുതലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ബോഡിക്ക് നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. പക്ഷേ ഈ ഫയർ പോയിന്റ് ആണെങ്കിൽ പോലും ലിവർ 2 ഇടുന്ന സമയത്ത് കാംനെസ് വരാറുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ DU20 എന്ന് പറയുന്ന തലയിലെ ഏറ്റവും മുകളിലുള്ളൊരു പോയിന്റാണ്. സഹസ്രാര ചക്രം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് വരുന്ന പോയിന്റാണ്. ഇറ്റ് ഈസ് ഈക്വലൻ ടു 1000 പോയിന്റ്സ് എന്നാണ് പറയാറ്. ആ പോയിന്റ് നിങ്ങൾക്ക് ഏത് പോയിന്റിൻ്റെ ഒപ്പം ആ പോയിന്റ് ഉപയോഗിക്കാം. കോമ്പിനേഷനിൽ ഉപയോഗിക്കുമ്പോൾ TU20 ഇട്ട ശേഷം ബാക്കിയുള്ള പോയിന്റ് എല്ലാം ഏത് പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. സെഡേഷനോ നിങ്ങൾ എന്ത് ഡയഗ്നോസ് ചെയ്താലും. കാരണം DU20 ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടും, ബോഡി ഒന്ന് ഭയങ്കര കാമാവും. അത് കാമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ റീജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഓക്കെ, അത് മാത്രമല്ല ഈവൻ പൈൽസിന് വരെ DU20 നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അത് ടാൻ ബാലൻസിൻ്റെ സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ടാൻ ബാലൻസ് എന്നൊക്കെ കേൾക്കും. കാരണം അക്യുപഞ്ചറിൽ ഇനി കുറേ മൊഡാലിറ്റി നമുക്ക് അറിയാനുണ്ട്.
ഓക്കെ, ഇതെല്ലാം പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏതിലാണോ പഠിച്ചത് അതിനകത്ത് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നിങ്ങൾ DU20 ഒക്കെ ഉപയോഗിക്കുന്ന പൈൽസിന് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ടാൻ ബാലൻസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ടാൻ ബാലൻസിൽ പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിസ്റ്റമാണ്. നിങ്ങളിപ്പോൾ പഠിച്ചതിനേക്കാളും നിങ്ങളുടെ എന്താ പറയുക കോസ്മിക് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് വൈബിലാണെങ്കിൽ ഒരാളെ കുറിച്ച് ആലോചിച്ചാൽ തന്നെ അവർക്കൊരു മാറ്റം ഉണ്ടാവും. അവരെ ഒന്ന് തൊട്ടാൽ തന്നെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ പറയുന്നത്? അപ്പോൾ നിങ്ങൾ പഠിച്ചത് സിംഗിൾ നീഡിൽ സിസ്റ്റവും തന്നെ വളരെ നല്ല സാധനമാണ്. നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ നിന്ന് നമുക്ക് പതുക്കെ 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 അവിടെ എത്തണം. അപ്പോഴാണ് അതിൻ്റെ ആ ബ്യൂട്ടിഫുൾനെസ് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതിനെ ഓപ്റ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇത്ര പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലായിട്ട് ഇതേപോലെയുള്ള ചില സ്റ്റുഡൻസും മറ്റുമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ധരിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ്. സിംഗിൾ നീഡിലും മോശമല്ല, മൾട്ടി നീഡിലും മോശമല്ല, ഇതെല്ലാം നിലനിൽക്കുന്നത് തന്നെയാണ്. അത് യൂസ് ചെയ്യുന്ന ആളുടെ കയ്യിലുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, സർ, സിംഗിൾ നീഡിലിനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ DU20 ചെയ്യാം അല്ലേ? അത് നിങ്ങൾ ഞാൻ ജസ്റ്റ് തിയറിറ്റിക്കൽ പാർട്ട് ഇങ്ങനെ പറയുന്നു പോകുന്നു. DU20 എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ്. 1000 പോയിന്റിന് തുല്യമുള്ള ഒരു പോയിന്റ് ആണ് DU20. പക്ഷേ ഇങ്ങനെ DU20 എഴുതിയിട്ടില്ലെങ്കിൽ ഫസ്റുൽ റഹ്മാൻ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് SP5 ആണ്. SP5 ആണ്. ഓക്കെ, അതേമാതിരി ചില ആളുകൾക്ക് LI4 ആണ്, ചിലവർക്ക് SP6 ആണ്. അപ്പോൾ ഇതൊക്കെ വന്നിട്ട് ഓരോരുത്തരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഏത് പോയിന്റാണ് ഇതിലെ നല്ലതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഫസ്റുൽ റഹ്മാൻ സാറിന് ഇഷ്ടമാണെങ്കിൽ ഫസ്റുൽ റഹ്മാൻ സാർ പറഞ്ഞത് പറയും. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ തുല്യതയുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്ന ആളിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പോയിന്റിലൊന്നാണ് DU20. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് SP6. എനിക്ക് കംഫർട്ടബിൾ ആണ് അത്. അതുകൊണ്ടാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ LU9 ആൻഡ് SP5 ഞാൻ കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ഒരു വെരിക്കോസ് വെയിൻ ആണെങ്കിൽ ശരി, സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഏതിലൊരു മറ്റേ ഇത് വരികയാണെങ്കിലും, സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇനി വെരിക്കോസ് വെയിൻ ആയിക്കോട്ടെ, അത് റിലേറ്റഡ് എന്ത് തന്നെ ആയിക്കോട്ടെ, LU9ഉം SP5 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവുണ്ടോ? ഈ കോമ്പിനേഷൻസ് ഒക്കെ നമ്മളുടെ മൈൻഡിലെ ലോജിക്കിനനുസരിച്ചിട്ടാണ്. ബാക്കി ചിലപ്പോൾ നമുക്ക് എന്ത് തന്നെ ഉണ്ടാക്കിയാലും ഫാസ്റ്റ് ഫുഡിനോടൊരു താല്പര്യം ഉണ്ടാവും അല്ലേ? എന്ത് തന്നെ വീട്ടിൽ അമൃത് കൊണ്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാലും വൈകുന്നേരം ഒന്ന് പുറത്ത് പോകുമ്പോൾ ഒരു ചായ കുടിക്കണം തോന്നും. അത് വീട്ടിൽ നിന്ന് പറ്റില്ല, പുറത്തുനിന്ന് തന്നെ കഴിക്കും. അപ്പോൾ അവിടെ നല്ല ചൂടോടെ സമോസയോ പത്തിരിയോ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ? അതുപോലെ നമുക്ക് ചിലതൊക്കെ വന്നിട്ട് ഇങ്ങനെ പോയിൻ്റായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അത് കംഫർട്ടബിളായി തോന്നുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങളുടെ ലോജിക്കൽ ഇതിന് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ നീഡിലിട്ട് കഴിഞ്ഞാൽ ആ വന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ പറയുക ദൈവാധീനം ഉണ്ടെങ്കിൽ മാറും. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇൻറ്റൻഷൻ അവിടെ വളരെയേറെ പ്രാധാന്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തൊക്കെ വന്നിട്ട് എന്താണ്, ഹൊററി പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ ഹൊററി പോയിന്റ്സിൻ്റെ തൊട്ട് മുമ്പിലുള്ള എലമെന്റ് പോയിന്റ് മദർ പോയിന്റും, ഹൊററി പോയിന്റ്സ് കഴിഞ്ഞിട്ട് വരുന്നത് മറ്റേ സെഡേഷൻ പോയിന്റ് ആണ്. ഇപ്പോൾ ലങ് എടുക്കുകയാണെങ്കിൽ LU8 എന്ന് പറയുന്നത് മെറ്റൽ പോയിന്റ് ആയതുകൊണ്ട് ഹൊററി പോയിന്റ് ആണ്. അതിൻ്റെ മദർ പോയിന്റ് എന്ന് പറയുന്നത് എർത്ത് നിന്നാണ് മെറ്റൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ LU9 മദർ പോയിന്റ് എന്ന് പറയും. അത് ലങ് മെറീഡിയനെ അല്ലെങ്കിൽ ലങ്ങിനെ ടോണിഫിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റാണ്. അത് കഴിഞ്ഞാൽ LU5 ആണ് അടുത്തത്. LU8 കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ 7 LU8നും 5നും ഇടയിൽ ഏതൊക്കെയുണ്ട്? 6 ഉണ്ട്, 7 ഉണ്ട്. പക്ഷെ അതൊക്കെ എക്സ്ട്രാ പോയിന്റ്സിൽ വരുന്നതുകൊണ്ട് നമ്മളിവിടെ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞാൽ LU5 എന്നുള്ളത് വന്നിട്ട് മെറ്റലിൽ നിന്നാണ് വാട്ടർ ഉണ്ടാവുന്നത്. സൺ പോയിന്റ് ആണ്. സെഡേഷന് വളരെ നല്ല പോയിന്റാണ്. ഓക്കെ, അതേമാതിരി തന്നെ ഈ ചാർട്ടിൽ നിങ്ങൾക്ക് ആൾറെഡി ഉള്ളത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് മദർ പോയിന്റിനും ചൈൽഡിൻ്റെ പോയിന്റിനും മാത്രം ഇട്ടാണ് സ്ക്രീൻഷോട്ട്. ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ വരേണ്ട കാര്യങ്ങളാണ്. എല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് നോക്കി എടുക്കരുത്. ഓക്കെ, സോ മദർ പോയിന്റ് ആൻഡ് ചൈൽഡ് പോയിന്റ്. മദർ പോയിന്റ്സ് ഒക്കെ ആ ഓർഗൻസിനെ ടോണിഫിക്കേഷൻ ചെയ്യാനും ചൈൽഡ് പോയിന്റ് ഒക്കെ സെഡേഷൻ ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ ആൾറെഡി ഇത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ,
While the theory many times correlates to the common clinical usage of acupuncture points, some of the points that the theory would select do not work the way that the theory would predict. അതായത് നമ്മളിത് ഈ കുറേ പഠിച്ചു വന്നു, എന്നാലും എല്ലാ പോയിന്റ്സും എങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെയല്ല വർക്ക് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത്. ഹാർട്ട് 9 എന്ന് പറയുന്നത് വുഡ് പോയിന്റ് ആണ്. വുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫയറിനെ റീജനറേറ്റ് ചെയ്യാനുള്ള സാധനമാണ്, ഫയറിന് എനർജി കൊടുക്കുന്ന പോയിന്റ് ആണ്. അങ്ങനെ നിങ്ങൾ H9 P9 ഒക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിനെ ടോണിഫിക്കേഷൻ ചെയ്യല്ല, പെരിക്കേഡത്തിനെ ടോണിഫിക്കേഷൻ ചെയ്യല്ല, മറിച്ച് ഇറ്റ് ക്ലിയേഴ്സ് ദ ഹീറ്റ്, കാംനെസ് ആണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എമർജൻസി ഘട്ടത്തിൽ ജിങ്വൽ പോയിന്റ്സിനെ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, സ്ട്രോക്കോ അല്ലെങ്കിൽ ഒരു സിവിയർ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് പോലെ വരികയോ അതല്ലെങ്കിൽ സിവിയർ ആയിട്ട് സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഈ ജിങ്വൽ പോയിന്റ്സിനെയൊക്കെ ഒന്ന് നീഡിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നീഡിൽ പോലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സിനെ എല്ലാം പ്രസ് ചെയ്യാം. പക്ഷേ ഒരു ഡ്രോപ്പ് ബ്ലീഡിങ് വരുത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീസ് ആവും. ഇപ്പം നിങ്ങൾക്കൊരു വിഷമം വന്നു, സങ്കടം വന്നു, കരയാൻ പറ്റാത്ത, അത് മുഴുവനും മറ്റേ എന്താ പറയുക, നിങ്ങളുടെ ഹാർട്ടിന് ഇപ്പം ഞാൻ പൊട്ടും എന്നുള്ള കണ്ടീഷനിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഉള്ള സിറ്റുവേഷൻസിലൊക്കെ ഈ H9 P9 നിങ്ങളൊന്ന് ബ്ലീഡ് ചെയ്ത് നോക്കൂ, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് റിലാക്സ് വരുന്നത് കാണാം. ഹൈ BP വരുന്നു വീട്ടിലാർക്കെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട്, ആ സമയത്തൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആശുപത്രി നമുക്ക് എത്താനുള്ള സമയം കിട്ടും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ H9 P9 മറ്റേ ടോണിഫിക്കേഷൻ ഹാർട്ടിനെ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ H9 P9 നമുക്കത് അറിയണം എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ് ജിങ്വൽ പോയിന്റ് ആണ്. ജിങ്വൽ പോയിന്റ് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ക്ലിയേഴ്സ് ദ ഹീറ്റ് ഫ്രം ദ ഓർഗൻ ആൻഡ് മെറീഡിയൻ. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഓക്കെ, സോ അങ്ങനെ എല്ലാ പോയിന്റ്സിനും നമ്മൾ ആ ഒരു കൺസിഡറേഷനിൽ മാത്രം കാണരുത്. അപ്പോൾ നമുക്ക് ശരീരത്തിന് എന്താണോ പ്രാധാന്യം അതാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനൊരു തിയറിറ്റിക്കൽ ബേസ് ഇതിനകത്തുണ്ടെന്ന് മാത്രം, അല്ല എക്സംഷൻസ് അത്രയേ ഉള്ളൂ. SI3 and S8 reduce heat, pain and stagnation but provide no tonification effect. അതേമാതിരി തന്നെ SI3 SI8 നമ്മൾ കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞാൽ SI8 എന്താണ് നോക്കൂ, നമുക്ക് SI8 ചൈൽഡ് പോയിന്റ് ആണ്, SI3 ഫയർ പോയിന്റ് ആണ്. അപ്പോൾ മറ്റേ മദർ പോയിന്റ് ആണ്. മദർ എന്ത് ചെയ്യണം വെച്ചാൽ ഫയറിനെ കൂട്ടണം. പക്ഷേ നമുക്കിവിടെ ഉപയോഗിക്കുമ്പോൾ SI3 and S8 നിങ്ങൾ കോമ്പിനേഷനിൽ ഉപയോഗിച്ചാൽ പോലും അത് ആ മെറീഡിയനിലെയും ഓർഗനിലെയും ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനും വേദന കുറയാനും, സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യാൻ. സ്റ്റാഗ്നേഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു അക്യുമുലേഷൻ ഉണ്ടാവുന്നതിന് സ്റ്റാഗ്നേഷൻ എന്ന് പറയാം. ബട്ട് പ്രൊവൈഡ് നോ ടോണിഫിക്കേഷൻ എഫക്റ്റ്. പക്ഷേ ഇത് ടോണിഫിക്കേഷൻ എഫക്റ്റ് അല്ല സംഭവിക്കുന്നത്, മറിച്ച് അതിൻ്റെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ ക്ലിയർ ചെയ്യുകയാണ്, കാംനെസ് കൊണ്ടുവരുന്നത് തരികയാണ്. അതേമാതിരി തന്നെ LA11 ഈസ് ടിപ്പിക്കലി ഡിസ്പേഴ്സ് ടു ക്ലിയർ ഹീറ്റ്. LA11 എന്നുള്ളത് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, എർത്ത് പോയിന്റ് ആണ്, സെഡേറ്റ് ആണ്, അല്ല ടോണിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മറിച്ച് LA11 ഇടുന്ന സമയത്ത് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ നല്ല പോയിന്റാണ് LA11. നിങ്ങൾ ടോക്സിൻ റിമൂവൽ എന്ന് പഠിച്ചിട്ടുണ്ടാവും, അത്രയുള്ള വ്യത്യാസം. സോ ഇറ്റ് ഡൂസ് ദ ബോത്ത് ജോബ്. ഓക്കെ, TW3 ഹാസ് നോ ടോണിഫിക്കേഷൻ എഫക്റ്റ്. അതേമാതിരി ട്രിപ്പിൾ വാർമർ 3 എന്ന് പറയുന്ന പോയിന്റും ട്രിപ്പിൾ വാർമറിന് ടോണിഫിക്കേഷൻ അല്ല ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻഡിക്കേഷൻസ് അത് വർക്ക് ചെയ്ത് തരും. അതേമാതിരി ST41 ഈസ് ടിപ്പിക്കലി യൂസ് ടു ഡിസ്പേഴ്സ് ഫീവർ or reduce abdominal distension, although it can be as a local point in tonification manner to increase energy flow to the foot. ST41 കാലുള്ള പോയിന്റ് ആണ്. ആക്ച്വലി അത് വന്നിട്ട് സ്റ്റൊമക്കിനെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, മീൻസ് ടോണിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇത് നമ്മുടെ വയറിലെ മുറുക്കം ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാൻ, വയറ് ചാടിയ മാതിരി ഒരു ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ, പനിയുണ്ടെങ്കിൽ പനിയുടെ ചൂട് കുറയാൻ അല്ലെങ്കിൽ പനി മാറാൻ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അതേ സമയത്ത് കാലിൻ്റെ ഒരു ബലക്കുറവ് തോന്നുന്നു, അല്ലെങ്കിൽ കാലിനകത്ത് ഒരു ടയേർഡ് തോന്നുന്നു, കുഴയുന്ന പോലെയൊക്കെ തോന്നുന്നുവെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പോയിന്റ് ഉപയോഗിക്കാം. ST41 ലൊക്കേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ അറിയാം, ഇത് സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റാണ്. അതേപോലെ തന്നെ വെരിക്കോസ് വെയിന് നല്ലതാണ്, കാരണം വെരിക്കോസ് ഒട്ടുമിക്ക ആളുകളിലും കാലിലാണ് നമ്മൾ കാണാറ്. അപ്പോൾ കാലിലെ സർക്കുലേഷൻ എനർജീനെ ഇൻക്രീസ് ചെയ്യാൻ ഇത് നല്ല പോയിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തിനും കൂടി ഉപയോഗിക്കാം. ST41 കൂടെ നിങ്ങൾക്ക്
എന്തിനുപയോഗിക്കാം? വെരിക്കോസ് വെയിൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ കോമ്പിനേഷൻസ് ഒക്കെ, അപ്പോൾ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള പോയിന്റാണ് LU9. SP5 അതേമാതിരി തന്നെയാണ്. അപ്പോൾ ST41 നിങ്ങൾക്ക് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊതുവേ നല്ല റിസൾട്ട് കിട്ടാണ്ട് വെരിക്കോസിന് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ. പിന്നെ നിങ്ങൾക്ക് ഹിജാമയൊക്കെ അറിയുന്നവരാണ്, UB40 മാത്രം നിങ്ങൾ ഹിജാമ ചെയ്തു കഴിഞ്ഞാൽ പോലും, ഹിജാമ അറിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കനം കൂടിയ നീഡിൽ 1-2 ഭാഗം UB40 അവിടെ ജസ്റ്റ് ഒന്ന് നീഡിൽ കുത്തിയിട്ട് സക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് വരും. അതെടുത്താൽ പോലും UB40 എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സിംഗിൾ പോയിന്റ് പോലെ UB40 എന്ന് പറയുന്നത് വെരിക്കോസ് വെയിനിനുള്ള സിംഗിൾ ഹിജാമ പോയിന്റാണ്. UB40 മാത്രം നിങ്ങൾ പരീക്ഷണാർത്ഥം ആരെങ്കിലും പരിചയമുള്ളവർക്ക് ചെയ്തു നോക്കാം. ഒന്ന് ചെയ്തിട്ട് 2 ആഴ്ച 3 ആഴ്ച കപ്പിങ് ബ്ലീഡിങ് ചെയ്താൽ കുറച്ചുകൂടി സ്പീഡ് കൂടും. ഓക്കെ, സോ SP2 ഈസ് നോട്ട് മോസ്റ്റ് ടോണിഫൈങ് പോയിന്റ് ഓൺ ദ SP മെറിഡിയൻ. അതേമാതിരി തന്നെ SP2 എന്ന് പറയുന്നത് ടോണിഫിക്കേഷനേക്കാളും SP3 ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, SP2ഉം SP3 ഉണ്ട്. ഈ പോയിന്റിലെ സ്പ്ലീനിനെ മറ്റേ ടോണിഫിക്കേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹൊററി പോയിന്റാണ് ഏറ്റവും നല്ലത്. അത് അതേ സമയത്ത് തന്നെ ഇടണമെന്നില്ല, ഏത് സമയത്ത് ഇട്ട് കഴിഞ്ഞാലും ടോണിഫിക്കേഷൻ SP3 നടക്കും. അല്ല, നമുക്ക് സ്പെസിഫിക്കായി വേണമെങ്കിൽ സ്പ്ലീനിൻ്റെ സമയത്ത് വരാം, നീഡിൽ ചെയ്യാം. അതേമാതിരി UB67 വന്നിട്ട് ഡിസ്പേഴ്സ് പോയിന്റ് ഫോർ അക്യൂട്ട് കണ്ടീഷൻ, അതായത് പെട്ടെന്നുണ്ടായിട്ടുള്ള എല്ലാ കണ്ടീഷനും ഇല്ലാതാക്കാൻ UB67 നല്ലതാണ്. അതേമാതിരി GB43 and 38 ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ, ആ ഓർഗണിലെ ഹീറ്റിനെ ക്ലിയർ ചെയ്യാനാണ് ഈ പോയിന്റ്സ് കൂടുതൽ ആവുക. അപ്പോൾ ഈ ക്ലിയർ ആകുന്നതിലൂടെയും ടോണിഫിക്കേഷൻ വരാം, നമ്മൾ അതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ ശരീരത്തിന് വേണ്ടത് ക്ലിയർ ഹീറ്റ് ആണെങ്കിൽ ക്ലിയർ ഹീറ്റായിട്ട് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റിമുലേഷനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മൾ മനസ്സിനകത്ത് ധരിച്ചാൽ മതി. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത് യുവാൻ സോഴ്സ് പോയിൻ്റാണ്. നമ്മൾ ജിഗ്വെല്ലൊക്കെ പഠിക്കുന്ന സമയത്ത് കമാൻഡിങ് പോയിന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് യുവാൻ സോഴ്സ് പോയിന്റിനെ കുറിച്ച് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു മറ്റേ വെള്ളച്ചാട്ടം ഉണ്ടെങ്കിൽ ബാക്കി പുഴയിലത്തെ വെള്ളവും ചാടുന്നിടത്ത് വെള്ളം പോയാൽ പോലും അതിൻ്റെ താഴെ ഫോമായിട്ടുള്ള കുഴികളിൽ കുറേ കാലം വെള്ളം നിൽക്കുന്നു. അതേമാതിരി യുവാൻ സോഴ്സ് പോയിന്റ്സിലൊക്കെ എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്, എക്സസ് എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ 2 കൺസെപ്റ്റ് പറയും. എപ്പോഴും യുവാൻ സോഴ്സ് പോയിന്റ് റെഗുലറായിട്ട് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കൺസിഡറേഷനാണ്. അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്, തിരിച്ച് നമ്മൾ അതിനകത്തേക്ക് പൈസ ഇടുകയാണെങ്കിൽ തിരിച്ച് കിട്ടും. അതല്ലാതെ ഓൺലി എക്സ്പെൻസ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബാലൻസ് പോകും എന്നുള്ളത് പോലെ യുവാൻ സോഴ്സ് പോയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് എനർജി ഡ്രെയിൻ ആവും. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് സ്റ്റൈലോ ലൈഫ് സ്റ്റൈലോ എടുക്കുകയാണെങ്കിൽ യുവാൻ സോഴ്സ് പോയിന്റ് റെഗുലറായിട്ട് എടുക്കാം. അതല്ലെങ്കിൽ എമർജൻസി ഘട്ടത്തിന് മാത്രം യുവാൻ സോഴ്സ് പോയിന്റ് ഉപയോഗിച്ചാൽ മതി എന്നുള്ള 2 കൺസിഡറേഷൻ ഓഫ് തിങ്കിങ് അക്യുപഞ്ചറിസ്റ്റിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇന്നോൺകറിൻ്റെ ഒക്കെ റിസ്റ്റിലായിരിക്കും വരിക, കാലിലത്തെയൊക്കെ ആംഗിളിൻ്റെ അടുത്തായിട്ട് വരും. ഓക്കെ, യുവാൻ മീൻസ് ഒറിജിൻ, സോഴ്സ്, ബിഗിനിങ്. യുവാൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുവാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്യൂർ ആകുന്നതിന് മുമ്പുള്ള ആൾക്കാരല്ലേ, ബിഗിനിങ് ആണ്. മെച്യൂരിറ്റി ആവാൻ പോകുന്നതിന് മുമ്പുള്ളതിനെയാണ് നമ്മൾ ബിഗിനിങ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ യുവാൻ സോഴ്സ് എന്ന് പറയുമ്പോൾ യുവാവാണെന്ന് വിചാരിച്ചാൽ മതി. ഈ യുവാൻ ചി ആണ് എവിടെ സ്റ്റോർ ചെയ്യുന്നത്? യുവാൻ സോഴ്സ് പോയിന്റിൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ മറ്റേ നമ്മുടെ ശരീരത്തിനകത്ത് നിന്ന് പോകുന്ന യുവാൻ ചി, ഓക്കെ, ശരീരത്തിനകത്ത് പോയിട്ട് ബാക്കിയുള്ള എലമെന്റലും കൂടി ചേർന്നിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മെച്യൂരിറ്റി ഉള്ള എനർജി ആകുന്നു എന്ന് വിചാരിച്ചാൽ മതി, തൽക്കാലം എളുപ്പത്തിൽ മനസ്സിലാവാൻ. ഓക്കെ, ദ സോഴ്സ് ഓഫ് ചി ഫ്രം ദ കപ്പിൾഡ് ചാനൽ. എന്താണത്? യുവാൻ മീൻസ് ഒറിജിൻ, സോഴ്സ്, ബിഗിനിങ്. ദ യുവാൻ പോയിന്റ് ഈസ് ദ മാർഷലിംഗ് പോയിന്റ്, ദ സോഴ്സ് ഓഫ് ചി ഫ്രം ദ കപ്പിൾഡ് ചാനൽ. അതായത് കപ്പിൾഡ് ചാനൽസുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു പോയിന്റും കൂടിയാണ് ഇത്. പഞ്ചറിങ് ഓഫ് യുവാൻ സോഴ്സ് പോയിന്റ് അറ്റാക്സ് ദ എനർജി ഓഫ് ദ കപ്പിൾഡ് ചാനൽ. അതായത് ഇപ്പോൾ ലങ്ങിൻ്റെ ലാർജ് ഇൻഡസ്ട്രിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലങ് ചാനലിലെ ഒരു യുവാൻ സോഴ്സ് പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇൻ കേസ് ഓക്കെ എനർജി അവിടെ ഇല്ലെങ്കിൽ പോലും കപ്പിൾഡ് ചാനലിനെ കൂടെ കമ്പയർ ചെയ്തിട്ട് ചീനെ അട്രാക്ട് ചെയ്ത് തരാൻ കഴിവുള്ള പോയിന്റാണ്. അതുമാത്രമല്ല
the loo vessel coming from the loo point of the coupled channel ends at this point. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയും. നമ്മൾ ജിങ് വെൽ അല്ലെങ്കിൽ മെറിഡിയൻ സിസ്റ്റത്തിനെ മറ്റേ നമ്മൾ എന്ത് പറഞ്ഞു, ജിങ് ആൻഡ് ലൂ പറഞ്ഞ ഓർമ്മയുണ്ടോ? ജിങ് മെറിഡിയൻസ്, ലൂ മെറിഡിയൻസ് ഓർമ്മയുണ്ട് സാർ അല്ലേ? അത് ജിങ് മെറിഡിയൻസ് പറഞ്ഞാൽ നേരെ പോകുന്നത്, റെയിൽവേ ട്രാക്ക് പോകുന്നത് പോലെ തന്നെ ഈ ലൂ എന്ന് പറയുന്നത് ഒരു ട്രാക്കിൽ നിന്ന് വേറൊരു ട്രാക്കിലേക്ക് മറ്റേ പോകുന്നത് പോലെ. ഒറ്റ മിനിറ്റ്. സോറി കേട്ടോ, ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവർ ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ വന്ന് ഇറങ്ങുകയും ചെയ്തു. കുഴപ്പമില്ല. അപ്പോൾ ഒരു ബൈ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിട്ടുപോയത്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൂ പോയിന്റ് നമ്മൾ ഇനി പഠിക്കും. ഈ ലൂ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലങ് മെറീഡിയനിലുള്ള ഒരു ലൂ പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റ് നിന്നാണ് ഈ ലൂ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് അതിൻ്റെ കപ്പിൾഡ് മെറീഡിയനിലേക്ക് പോയി കണക്ട് ആവും. ഇങ്ങനെ ഈ കപ്പിൾഡ് മെറീഡിയൻ പോയി കണക്ട് ചെയ്യുന്നത് ഇന്റേണലി ലൂ മെറീഡിയനിൽ, അതായത് യുവാൻ സോസ് പോയിന്റിൽ പോയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഇപ്പം ലങ്ങിന്ന് പോണത് ലാർജ് ഇൻഡസ്റ്റൈൻ്റെ യുവാൻ സോസ് പോയിന്റിൽ പോയിട്ട് അവസാനിക്കും. ലാർജ് ഇൻഡസ്റ്റൈൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ലൊക്കേഷൻ നിന്നാണ് ഇതിൻ്റെ ലാർജ് ഇൻഡസ്റ്റൈൻ്റെ യുവാൻ സോസ് പോയിന്റ് തുടങ്ങുക. അതിൻ്റെ ഒരു ബ്രാഞ്ച് പോയി എൻഡ് ആവുന്നത് എവിടെയായിരിക്കും? ലങ്ങിൻ്റെ യുവാൻ സോസ് പോയിന്റിലാണ്. ഇതെല്ലാം വൺ വേ ആണ് കേട്ടോ. ബാക്കി ചാനലിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ടെങ്കിൽ പോലും ഈ ലൂ പോയിന്റ്സ് ഒക്കെ വന്നിട്ട് സിംഗിൾ വേ ആണ്. അതായത് ഒരു വശത്തേക്ക് മാത്രമാണ് ട്രാഫിക് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ NH-ലൊക്കെ പോകുന്ന സമയത്ത് ലെഫ്റ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, റൈറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയില്ലേ? അതേമാതിരി വൺ വേ ആണെന്ന് പറയുന്നത് പോലെയാണ് ലൂ പോയിന്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലങ്ങിൻ്റെ ലൂ പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് ലൂ പോയിന്റ് വരുമ്പോൾ പറയാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഇതുവരെ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് യുവാൻ സോഴ്സ് പോയിന്റ് കപ്പിൾഡ് മെറീഡിയന് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാര്യം മനസ്സിലായോ? ആരെങ്കിലും ഒരാൾ? എനിക്ക് ആ കുട്ടി ഇവിടെ ജമീല എന്നുള്ളൊരു പേര് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ മുർഷിദ മാം ഉണ്ട്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ അലവിക്കുട്ടി സാർ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്രാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് പറയാവോ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്? ഏതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? യുവാൻ സോഴ്സ് പോയിന്റ്. ഓക്കെ, യുവാൻ സോഴ്സ് പോയിന്റ് എന്ന് പറയുന്നത് അതാത് മെറീഡിയനിലെ എക്സസ് എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. ക്ലിയർ? ഇൻ മെറീഡിയന്റെ എല്ലാം തന്നെ റിസ്റ്റിലാണ് വരിക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിന്റെ അവിടെ എപ്പോഴും കുറച്ച് എനർജി എപ്പോഴും അക്യുമുലേറ്റ് ആയി കിടപ്പുണ്ടാവും. ഓക്കെ, ഹലോ, ഇതുവരെ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇനി ആ എനർജി അവിടെ സ്റ്റോറേജ് ഇല്ല എന്നിരുന്നാൽ പോലും കപ്പിൾഡ് മെറീഡിയനിൽ നിന്ന് ഇത് എനർജി ടേക്ക് ഓവർ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും യുവാൻ സോഴ്സ് പോയിന്റിൽ കപ്പിൾഡ് മെറീഡിയന്റെ പാത്ത് ഇതിൽ വന്ന് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് ഓർഗനും തമ്മിൽ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ആ പോയിന്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ആ മെറീഡിയനിലെ എനർജി കുറവുണ്ടെങ്കിൽ പോലും കപ്പിൾഡ് മെറീഡിയൻ നമുക്ക് എനർജി കിട്ടും. ഓക്കെ ആണോ? കപ്പിൾഡ് മെറീഡിയൻ എന്ന് പറഞ്ഞാൽ ലങ് എന്ന് പറയുന്നത് ഇൻ ഓർഗൺ ആകുമ്പോൾ മെറ്റലിന്റെ യാങ് പാർട്ട് ലാർജ് ഇൻഡസ്ട്രീൻ ആണ്. ഓക്കെ, കപ്പിൾഡ് ചാനൽ, കപ്പിൾഡ് മെറീഡിയൻ, കപ്പിൾഡ് ഓർഗൺ, അങ്ങനെയാണ് നമ്മൾ പറയുക. അതേമാതിരി ബൈലേറ്ററൽ ആണ്, രണ്ട് വശത്തും പോകുന്നുണ്ട്. ലങ്ങിന്റെ മെറീഡിയൻ ശരീരത്തിന്റെ രണ്ട് വശത്ത് പോകുന്നത്, അതിനെ ബൈലേറ്ററൽ എന്ന് പറയും. ഓക്കെ, ഇത് നോർമലി ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഞാൻ പെയർ ഓർഗൻസാ പറയല്. അത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയല്ല, നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്തെ കുറേ മറ്റേ എന്താ പറയുക, ഒരു വാക്ക് നമുക്ക് കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ, ഇല്ലേ? ഇപ്പൊ ബ്രോ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും സഹോദരന്മാരാണോ? നമ്മളെ ബ്രദേഴ്സിനെ മാത്രമല്ലല്ലോ നമ്മൾ ബ്രോ എന്ന് വിളിക്കാറ്, ഇല്ലേ? നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പരിചയമില്ലാത്തവിടെ പോയി കഴിഞ്ഞാൽ അവരെയും നമ്മൾ ബ്രോ എന്ന് വിളിക്കാറുണ്ട്, ഇല്ലേ? അതങ്ങനെ ഞാൻ നിന്റെ അനിയനാവും ചോദിക്കാറില്ലല്ലോ ആരും. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് അറിയാത്തോണ്ട് ചോദിച്ചതാ. നിങ്ങൾ ചോദിച്ചോളൂ. ഇങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ സംശയം ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവില്ലല്ലോ.
അപ്പോൾ ആരെങ്കിലും മടിയായി ഇരിക്കുന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ചോദിക്കാൻ മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതുക്കെ പറയണത്, വേറൊന്നുമില്ല. ഓക്കെ. വിത്ത് ദയർ റിലേഷൻഷിപ്പ് ടു ദ primordial chi, the Yuan source points indicate the nature of yin in the body, and yin Yuan points can be used to tonify 5 yin organs. എത്ര yin organs ഉണ്ട്? HT, LU, SP, KD, LV. അപ്പോൾ പെരിക്കാർഡിയോ? പെരിക്കാർഡിയന് പിന്നെ അതും HT ഒന്നായിട്ടല്ല കാണുന്നേ. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ മനസ്സിനകത്ത് ഓർമ്മ വേണം. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പം ഞാൻ ഇട്ടുള്ള സ്ലൈഡ് ഞാൻ എടുത്തിരിക്കുന്നത് നേരത്തെ മുൻകൂട്ടിയുള്ള പഴയ പുസ്തകത്തിൽ നിന്നാണ്. ഓക്കെ. അപ്പോൾ അവിടെ സാങ് ഫു എന്നുള്ള കോമൺ ടെർമിനോളജി ഉപയോഗിക്കും. അതുകൊണ്ടാണ് 5 എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് പെരിക്കാർഡിയം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് എപ്പോഴും വരണം. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. 6 എന്നാക്കാൻ ഇപ്പോൾ ഒരു മിനിറ്റ് സെക്കൻഡ് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. യു മസ്റ്റ് നോ. ഓക്കെ. അതേമാതിരി ഈ യുവാൻ സോഴ്സ് പോയിന്റ് ഇൻ ഓർഗൻ്റെ എല്ലാം തന്നെ ഇൻ ഓർഗൻസിനെ ടോണിഫൈ ചെയ്യാൻ ഉപയോഗിക്കാം. അതേമാതിരി നമ്മൾ ഹൊറാറി പോയിന്റ്സിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, ആ പോയിന്റിന് നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പെയിനോ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അവിടെ ഒരു ഹാർഡ്നെസ്സോ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അത് ആ പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറയുന്നു എന്ന് പറഞ്ഞ പോലെ ഈ യുവാൻ സോഴ്സ് പോയിന്റും നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഉപയോഗിക്കാം? ഡയഗ്നോസിസ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്കൊരു ഓർഗനിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ യുവാൻ സോഴ്സ് പോയിന്റിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് ഇപ്പം എത്ര നിങ്ങൾക്ക് പൾസ് മാത്രം നിങ്ങൾ നോക്കി ഡയഗ്നോസ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ പോയിന്റ്സിനെയൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടെമ്പറേച്ചർ വേരിയേഷൻ അല്ലെങ്കിൽ പെയിൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ഡയഗ്നോസിസ് തരികയാണ് ഈ ഓർഗണിന് എനർജി ഇംബാലൻസ് ഉണ്ടെന്ന്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതേമാതിരി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഓറിക്കുലർ തെറാപ്പി അറിയെങ്കിൽ ഓറിക്കുലർ നല്ലൊരു തെറാപ്പിയാണ് ഡയഗ്നോസിസിന്. ഇറിഡോളജി വളരെ നല്ലൊരു ഡയഗ്നോസിസ് ആണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവരുടെയും മൾട്ടിപ്പിൾ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. ഓക്കെ, ദ യുവാൻ സോഴ്സ് പോയിന്റ്സ് ആർ, അതായത് യാങ് മെറീഡിയനിലെ ഇത് വന്നിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻ മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റ്സ് ഒക്കെ ഇൻ ഓർഗനെ ടോണിഫിക്കേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ യാങ്ങിൽ ടോണിഫിക്കേഷൻ എഫക്റ്റിനല്ല പ്രാധാന്യം, അത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. മനസ്സിലാവുണ്ടോ? എക്സ്റ്റേണൽ പാത്തജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെമ്പറേച്ചർ വേരിയേഷൻസ് കൊണ്ട്, അത് എവിടുന്ന് വന്നു? പുറത്തുനിന്ന് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസിനെ നമുക്ക് മാറ്റാൻ യാങ് മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റ് നല്ലതാണ്. ഇൻ മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റ്സ് ഇൻ മെറീഡിയനിലെ അല്ലെങ്കിൽ ഇൻ ഓർഗണിനെ ടോണിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. യാങ് മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റ്സ് ഒക്കെ എക്സ്റ്റേണൽ പാത്തജൻസിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സിമ്പിളായിട്ട് ഇത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ LI4 ഒരു യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. ഈവൻ എക്സ്ട്രാ പോയിന്റ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ഈ പോയിന്റ് പഠിച്ചിട്ടുണ്ടാവും. LI4 എന്ന് പറയുന്നത് ഒരു വേദന നിവാരണ അല്ലെങ്കിൽ പെയിൻ റിമൂവിങ് മറ്റേ ടാബ്ലറ്റ്സ് പോലെ നമ്മുടെ അപ്പർ ഏരിയയിൽ വരുന്ന വേദനകളൊക്കെ മാറാൻ ഈ പോയിന്റ് വളരെ നല്ലതാണെന്ന് പഠിച്ചു. അതേമാതിരി തന്നെ കോൺസ്റ്റിപ്പേഷൻ പോലും പല ആൾക്കാർക്കും ക്ലിയർ ചെയ്യാൻ LI4 നല്ലതാണ്. അതേമാതിരി തന്നെ വിൻഡ്, അതായത് നിങ്ങൾ വിൻഡ് ഹീറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു കാറ്റടിച്ചാൽ ചൂട് കാറ്റാണോ, ഈ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ മാറാൻ, ഈ ചൂട് കാറ്റിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ LI4 നിങ്ങൾ റെഗുലറായിട്ട് പ്രസ് ചെയ്യുന്നതും നീഡിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ് വിൻഡ് ഹീറ്റിനെ എക്സ്പെൽ ചെയ്യാൻ. അതേമാതിരി ഗാൽ ബ്ലാഡറിൽ, അതായത് ലിവറിൻ്റെ ഏരിയ അറിയാം, അതിൻ്റെ കൂടി ചേർന്നിട്ട് മധ്യഭാഗത്തായിട്ടുള്ള സാധനമാണ് ഗാൽ ബ്ലാഡർ. ഈ ഗാൽ ബ്ലാഡറിൽ ഹീറ്റ് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ വാർമർ 4 വളരെ നല്ല പോയിന്റാണ്. അതേമാതിരി തന്നെ SI മെറീഡിയനിൽ മൊത്തത്തിൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ നിങ്ങൾക്ക് അറിയാം അല്ലേ, കയ്യിൻ്റെ മറ്റേ ചെറുവിരലിൻ്റെ ഔട്ടർ കോണിൽ നിന്നും തുടങ്ങിയിട്ട് നമ്മളുടെ ഷോൾഡറിൻ്റെ ബാക്കിലൂടെ വന്ന് തലയിൽ അവസാനിക്കുന്ന മറ്റേ മുഖത്ത് അവസാനിക്കുന്ന മെറീഡിയനാണ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ. ആ മെറീഡിയൻ്റെ പാത്വേയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ SI4 യുവാൻ സോഴ്സ് പോയിൻ്റാണ്, വളരെ നല്ല പോയിൻ്റാണ്. ഓക്കെ, അതേമാതിരി ST42 എന്ന് പറയുന്നത് നമ്മൾക്ക് രാവിലെ സമയങ്ങളിൽ അല്ലെങ്കിൽ തണുത്ത കാറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലവർക്ക്
മുഖം വന്നിട്ട് ഒരു ഭാഗം ഉള്ളതായിട്ട് തന്നെ തോന്നില്ല. സർ മുഖത്തിൻ്റെ പകുതിയേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു മുഖത്തിൻ്റെ ഭാഗം മാത്രം വന്നിട്ട് എന്താ പറയുക കോടിയ പോലെ തോന്നും. ഒന്ന് കോടിയിട്ടൊന്നുമല്ല, പക്ഷെ അവർക്ക് വന്നിട്ട് ആ ഭാഗം സെൻസ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഇത്തിരി തണുത്ത കാറ്റ് കൊണ്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ തണുത്ത സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പോലും ചില ആളുകളിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. ഇത് പൊതുവേ വന്നിട്ട് കോൾഡ് വിൻഡ് ഹീറ്റ് കാരണം, അതായത് തണുത്ത കാറ്റ് തട്ടിയിട്ട് മുഖത്ത് ഫേഷ്യൽ പാരാലിസിസ്, അതായത് ലോങ് ടേം ആയിട്ടല്ല അക്യൂട്ടായിട്ടുള്ള കേസസിനൊക്കെ നമുക്ക് ST42 വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ലിവർ ചീ സ്റ്റാഗ്നേഷൻ, നമ്മൾ ചീ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശരീരത്തിനകത്ത് ഏത് ചീ മൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിവർ ചീ നന്നായിരിക്കണം എന്നുള്ളത് ഓർമ്മയുണ്ടോ അതൊക്കെ? അങ്ങനെ ലിവർ ചീ സ്റ്റാഗ്നേഷൻ റിമൂവ് ചെയ്യാൻ GB40 എന്നുള്ളത് വളരെ നല്ല പോയിന്റാണ്. അപ്പം ഏത് സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് GB40 ഉപയോഗിച്ചുകൂടെ? കാരണം ലിവർ ചീ സ്റ്റാഗ്നേഷൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചീ മൂവ്മെൻറ്റ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ്സ് ആക്കി മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ. അതേമാതിരി തന്നെ നമ്മുടെ കാലിൻ്റെ, അതായത് ലോവർ ബർണറിൽ, അതായത് നമുക്ക് 3 ബർണർ ഉണ്ട്. ഒന്ന് ലങ്, ഹാർട്ട്, പെരിക്കാർഡിയം ഉള്ള അപ്പർ ബർണർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മുടെ സ്റ്റൊമക്ക്, സ്പ്ലീൻ, ലിവർ, ഇതൊക്കെ ഉള്ളത്. ലാസ്റ്റ് കേടിയല്ലേ തേർഡ് ബേർഡ്? കിഡ്നി. അതെ, കിഡ്നി, യൂറിനറി ബ്ലാഡർ, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് യൂട്രസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ലോവർ ബർണറിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡാമ്പ് കോൾഡ് ക്ലിയർ ചെയ്യാൻ, ഓക്കെ, ഡാമ്പ്നെസ്സും കോൾഡും ക്ലിയർ ചെയ്യാൻ UB64 നല്ലതാണ്. ഓക്കെ, ഇത് വെറുതെ ഓരോ ഓർഗണും അതിൻ്റെ യുവാൻസോസ് പോയിന്റ്സും ഇട്ടു എന്ന് മാത്രം പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, മാറ്റിക്കോട്ടെ? സാർ മാറ്റാം. ഒരു മിനിറ്റ് സാർ, ചേഞ്ച് ആക്കല്ലേ? സാറ് പറഞ്ഞില്ലേ റെഗുലർ ആയിട്ട് നീഡിൽ ചെയ്യാൻ പറഞ്ഞാല് പിന്നെ അതിന്റെ അതെങ്ങനെയാ? റെഗുലർ പറഞ്ഞാൽ ഡെയിലി ആണോ ഉദ്ദേശിക്കുന്നത്? അതെ സാർ, അതൊന്ന് മാറ്റുമോ? ആദ്യത്തെ തന്നെ ഇത് വേണ്ടെന്നാ പറഞ്ഞ മതിന്നാ? അല്ല, മുന്നത്തെ പോസ്റ്റർ അതൊന്ന് തരുമോ? ഇപ്പൊ ഞാനിത് യൂട്യൂബിൽ ഇട്ട് തരാം, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഇനിയൊരു 10 മിനിറ്റും കൂടി ഉണ്ട്. അപ്പൊ സി ക്ലഫ്റ്റും കൂടെ നമുക്ക് ഫിനിഷ് ചെയ്യാം അല്ലേ? അതായത് സി ക്ലഫ്റ്റ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറീഡിയനിൽ, ഓക്കെ, നമ്മുടെ മെറീഡിയൻ വന്നിട്ട് പുഴ പോലെയാണെന്ന് പറഞ്ഞു. പുഴയിൽ പല ഭാഗങ്ങളിലും വന്നിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നിന്ന് എന്താ പറയുക, വെള്ളം പോകാൻ ചെറിയൊരു തടസ്സം ഉണ്ടാവും അല്ലേ പുഴയിൽ? ഇപ്പോൾ ഭാരതപ്പുഴയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഭാഗങ്ങളിലും മണ്ണെടുത്തിട്ട് മല്ലാതെയും കുഴികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും വെള്ളം ഒഴുകുമ്പോൾ ഒരു ഫോഴ്സ് ആയിട്ടൊന്നും ഒഴുകില്ല ഇല്ലേ? അതേ സമയത്ത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഫോഴ്സ് കൂടുതലായിരിക്കും. അത് കഴിഞ്ഞ് സമതലമായ പ്രതലത്തിലൂടെ പോകുന്ന സമയത്ത് പലപ്പോഴും സ്റ്റാഗ്നേഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ മെറീഡിയനിലൂടെയും ഈ ചീ ഫ്ലോയ്ക്ക് സ്റ്റാഗ്നേഷൻ സംഭവിക്കും. അങ്ങനെ മെറീഡിയനിലെ ചീ സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് മാറാൻ ഏറ്റവും നല്ലത് സി ക്ലഫ്റ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ, അതേമാതിരി ക്രോണിക്കൽ കേസസിനേക്കാളും അക്യൂട്ട് കേസസിൽ ഈ സി ക്ലഫ്റ്റ് പോയിന്റ്സ് നല്ലതാണ്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലായോ? ഇത്രയും സി ക്ലഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുണ്ടോ? എന്താ വെച്ചാൽ ഈ സി ക്ലഫ്റ്റ് പോയിന്റ്സിൽ എനർജി അക്യുമുലേഷൻ കൂടും. യുവാൻ സോഴ്സിൽ എനർജി സ്റ്റോറിങ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് എക്സസിനെ. പക്ഷേ സി ക്ലഫ്റ്റ് പോയിന്റിൽ സ്റ്റോർ ചെയ്യല്ല, തിരിച്ച് അവിടെ വന്നിട്ട് അക്യുമുലേഷൻ ആവണം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മൾ മഴയത്തൊക്കെ വന്നിട്ട് വെള്ളം ചാലിലൂടെ പോകുന്നുണ്ടാവും. അതിനകത്ത് വല്ല വേസ്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു ഇലയുടെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു വടറ കഷ്ണമായി കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ മുകളിലുള്ളതൊക്കെ അവിടെ നിന്ന് അടിഞ്ഞുകൂടുണ്ടാവും ഇല്ലേ? അതങ്ങനെ പതുക്കെ അക്യുമുലേറ്റ് ആവും ഇല്ലേ? അതേമാതിരി അക്യുമുലേഷൻ ആകുന്ന പോയിന്റാണ്. മനഃപൂർവ്വമല്ല, സ്റ്റോർ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻസ്. മറ്റേത് അക്യുമുലേഷൻ. രണ്ടിനും രണ്ടർത്ഥമാണ്. ഓക്കെ, അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നതാണ്, മനഃപൂർവ്വമല്ല. അങ്ങനെ ചീ അക്യുമുലേറ്റ് ആകുന്ന പോയിന്റ് ആയതുകൊണ്ട്
അവിടെ എന്ത് സംഭവിക്കും വെച്ചാൽ വെയർ ദ ചി ആൻഡ് ബ്ലഡ് ഓഫ് മെറീഡിയൻസ് പൂൾസ്, അതായത് തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. ബ്ലഡിനാണെങ്കിലും ചീക്കാണെങ്കിലും തടസ്സപ്പെട്ട് വരുന്നതാണ്. അത് അധികവും ജോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സി ക്ലെഫ്റ്റ് പോയിന്റ്സ് ഒക്കെ നമ്മളുടെ ജോയിൻസിൻ്റെ അടുത്തായിരിക്കും വരുന്നുണ്ടാവുക. കാരണം ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ട് അതൊരു ചെറിയൊരു എന്താ പറയുക തടസ്സം വരുന്നത് പോലെ പുഴയിലാണ് ഈ സി ക്ലെഫ്റ്റ് പോയിന്റ് ഉണ്ടാവുക. അവിടെ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചീയും ബ്ലഡും കറക്റ്റായിട്ട് സർക്കുലേറ്റ് ചെയ്യാതെ എന്ത് സംഭവിക്കും, തടസ്സം ഏർപ്പെടും. അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കിക്കൊള്ളുക, അതായത് സമതലമായിട്ടുള്ള സ്ഥലങ്ങളിൽ സർക്കുലേഷൻ തടസ്സപ്പെടും. അപ്പോൾ വെരിക്കോസ് വെയിൻ അതുപോലത്തെ ഒരു ഇഷ്യൂസ് അല്ലേ? അതെ, ഡെൽറ്റ ഫോമിങ് പോലെ. അതന്നെ. ഓക്കെ, സോ ഇങ്ങനെ അതേപോലെ തന്നെ കയ്യിൻ്റെ നമ്മുടെ എന്താ പറയുക ആമിന് മാത്രം വരുന്ന ഭാര കൂടുതൽ അല്ലെങ്കിൽ ഒരു വെയിറ്റ് അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് എന്താണ്, അക്യുമുലേഷൻ ആണ് അവിടെ. അതൊന്നും നമ്മൾ പൊതുവെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ കംഫർട്ടബിൾ ആവും. കയ്യിനൊക്കെ നിങ്ങൾ പലപ്പോഴും രാത്രി അനങ്ങാതെ കൈ വെച്ച് കിടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ പൊതുവെ വീക്കുള്ള ആളുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൈ അമർത്തിക്കൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ കൈ ഒരു കടച്ചിലാണ്, അല്ലെങ്കിൽ കയ്യിനൊരു ഭാര കൂടുതലാണ് എന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. പ്രായമായവരൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇന്നൊക്കെ നമ്മൾ ചെറുപ്പക്കാരും ചെയ്യുന്നുണ്ട്, നമ്മളല്ല, എന്നെക്കാളും ചെറിയവരൊക്കെ. അത് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി മെക്കാനിസമാണ് ആ ഭാഗത്തെ അക്യുമുലേഷൻ എന്ത് ചെയ്ത് കൊടുക്കണം, ക്ലിയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പ്രോബ്ലം മാറും. അപ്പോൾ അതേമാതിരി വെരിക്കോസ് പക്ഷേ അക്യൂട്ട് അല്ല, അതൊരു ക്രോണിക്കൽ കേസ് ആയതുകൊണ്ടാണ് സി ക്ലെഫ്റ്റ് പോയിന്റിനെ നമ്മൾ അവിടെ അധികം യൂസ് ചെയ്യാത്തത്. സപ്പോർട്ടിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. മനസ്സിലാവുണ്ടോ? ഹലോ, മനസ്സിലാവുന്നുണ്ട് സാർ. ഓക്കെ. പിന്നെ ഇൻ ട്രീറ്റ്മെൻറ്റ് അക്യൂട്ട് കണ്ടീഷനിലാണ് ഉപയോഗിക്കുക. എസ്പെഷ്യലി പെയിൻ, അതായത് അക്യൂട്ടായിട്ട് വരുന്ന പെയിൻ, അതായത് നമ്മളുടെ മറ്റേ കാലിൻ്റെ വെണ്ണ, കാൽ വെണ്ണ എന്നൊക്കെ പറയില്ലേ, അതായത് കാൽമുട്ടിനും ആംഗിളിനും ഇടയിൽ വരുന്ന പെയിൻ, അതല്ലെങ്കിൽ കയ്യിലെ റിസ്റ്റിനും എൽബോയ്ക്ക് ഇടയിൽ വരുന്ന പെയിനൊക്കെ അധികവും പെട്ടെന്ന് വരുന്നതൊക്കെ 99% എന്തുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അക്യുമുലേഷൻ ഓഫ് ചി ആൻഡ് ബ്ലഡ് ആണ്. ഇങ്ങനെയുള്ള കേസസിലൊക്കെ നിങ്ങൾക്ക് ഈ സി ക്ലെഫ്റ്റ് പോയിന്റ്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഈ സി ക്ലെഫ്റ്റ് പോയിന്റ്സ് ഇത് മാത്രമല്ല ചെയ്യുന്നത്, അതല്ലാതെ കുറേയേറെ ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് നല്ലതാണ്. ആസ്മറ്റിക് കണ്ടീഷൻ അക്യൂട്ട് കേസസിലാണെങ്കിൽ വിൻഡ് ഹീറ്റ് ക്ലിയർ ചെയ്യാൻ LU6 ഉപയോഗിക്കാം. LI7 സോർ ത്രോട്ടിന് നല്ലതാണ്. ത്രോട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ്, ത്രോട്ടിൽ വരുന്ന പെയിൻ, കിച്ചിനൊക്കെ LI7 നല്ലതാണ്. അതേമാതിരി തന്നെ ഫേഷ്യൽ പെയിന്, ഫേഷ്യൽ ഉണ്ടാകുന്ന സ്വെല്ലിങ്, ഈ കേസസൊക്കെ ക്ലിയർ ചെയ്യാൻ LI7 നല്ലതാണ്. SP8 എന്ന് പറയുന്നത് സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഈ സി ക്ലെഫ്റ്റ് പോയിന്റ് വന്നിട്ട് ബ്ലഡ് സ്റ്റാഗ്നേഷൻ, അതായത് പ്രത്യേകിച്ച് യൂട്രസിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ ലോവർ അബ്ഡമിനിൽ ബ്ലഡ് സ്റ്റാഗ്നേഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ നല്ല പോയിന്റ് ആണ്. അപ്പോൾ മെൻസസ് പീരിയഡ് ആയി, മെൻസസ് ഡേ ആയി, അടിവയറിനൊക്കെ ഇതൊക്കെ നമുക്ക് തന്നെ അറിയാം, അവിടെ അക്യുമുലേഷൻ ആയിട്ടുണ്ട് ബ്ലഡ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. അങ്ങനെയുള്ള കേസസിലൊക്കെ വന്നിട്ട് SP8 SP6-നേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണ്. അങ്ങനെ ബ്ലഡ് വന്നിട്ടുണ്ട് പക്ഷെ അത് താഴേക്ക് പോകുന്നില്ല, അതിനത്ര T മൂവ്മെൻ്റ് ഇല്ല, ബ്ലഡ് സ്റ്റാഗ്നൻ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ SP8 ഇടുന്നത് ബ്ലീഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിൻ്റാണ്. അതേമാതിരി ST34 എന്ന് പറയുന്നത് ബ്രസ്റ്റിനുമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പെയിൻ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ അതൊരു വീർത്തമാതിരിയുള്ള ഫീൽ തോന്നുന്നുണ്ടെങ്കിലോ ടൈറ്റ്നസ് തോന്നുന്നുണ്ടെങ്കിൽ ST34 നല്ലതാണ്. അതേമാതിരി അപ്പർ ഏരിയ, അതായത് ലിവർ, സ്റ്റൊമക്ക് ഏരിയയിൽ വരുന്ന പെയിനിനും നല്ലതാണ്. അതേമാതിരി തന്നെ ബ്രസ്റ്റിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ ഒരു ഒറ്റമൂലിയാണ്. ചിലവർക്ക് ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ളവർ മുല്ലപ്പൂ അവരുടെ മറ്റേ ബ്രേസിയറിനകത്ത് ഇട്ടിട്ട് ഇടുന്നത് പെയിൻ നല്ല മാറ്റം ഉണ്ടാവാറുണ്ട് ബ്രസ്റ്റ് പെയിനിന്. ഓക്കെ, അത് കഴിഞ്ഞാൽ ST6 എന്ന് പറയുന്നത് ഹാർട്ടിലെ സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഹാർട്ടിൻ്റെ ഏരിയയിൽ ഉണ്ടാവുന്ന പെയിനിന് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ റെക്ലെസ് ബ്ലീഡിങ് ഡ്യൂ ടു ഹീറ്റ്, അതായത് വിട്ട് വരുന്ന മറ്റേ എന്താ പറയുക ഇന്നോർഡർ ബ്ലീഡിങ്, ചൂട് കൊണ്ടുണ്ടാവുന്ന ബ്ലീഡിങ്. ചിലവർക്കൊക്കെ വന്നിട്ട് വെയിൽ കാലത്ത്, ചെറിയ കുട്ടികളൊക്കെ, ചിലവർക്ക് നോസിൽ ബ്ലീഡിങ് വരും, മൂക്കിലൂടെ ബ്ലീഡിങ് വരും. പല ആളുകളും കാണാറുണ്ട് ഹീറ്റ് ഇത്തിരി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ബ്ലീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ ഹാർട്ടിലെ 6 പോയിന്റ് നല്ലതാണ്.
SI6 എന്ന് പറയുന്നത് സി ക്ലിഫ്റ്റ് പോയിന്റ് ആണ് സ്മാൾ ഇൻഡസ്ട്രിയൻ്റെ സിവിയർ പെയിൻ. അതായത് SI6ലെ മെറീഡിയൻ പോകുന്ന ഭാഗങ്ങളിൽ, അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മെറീഡിയൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ കയ്യിൻ്റെ ഹാർട്ട് മെറീഡിയൻ്റെ ഓപ്പോസിറ്റിലാണ്, ചെറുവിരലിൻ്റെ ഭാഗത്ത് വരുന്ന ആം ഏരിയയിലോ അല്ലെങ്കിൽ ആ മെറീഡിയൻ മൊത്തത്തിൽ പോകുന്ന ഭാഗങ്ങളിൽ സിവിയർ ആയിട്ടൊക്കെ പെയിൻ വരുന്നുണ്ടെങ്കിൽ SI6 വളരെ നല്ലതാണ്. കിഡ്നി 5 എന്നുള്ളത് വന്നിട്ട് കിഡ്നിയുടെ സി ക്ലിഫ്റ്റ് പോയിന്റ് ആണ്. മെൻസ്ട്രൽ പ്രോബ്ലത്തിന്, പ്രത്യേകിച്ച് ചി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റാഗ്നേഷൻ കൊണ്ടുണ്ടാവുന്ന മെൻസ്ട്രൽ ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം ഓരോന്ന് ഞാൻ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ വായിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 12 നിങ്ങൾക്ക് വെരി ഗുഡ്, താങ്ക് യു. ഞാൻ ടയേർഡായി. ഓക്കെ, UB59 K8 K9 GB35, അതായത് 12 എണ്ണം കഴിഞ്ഞിട്ടുള്ള 13, 14, 15, 16 സി ക്ലിഫ്റ്റ് പോയിന്റ്സ് മാത്രമാണ് നിങ്ങൾക്ക് പുതിയത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മൾ 8 എക്സ്ട്രാ ഓർഡിനറി വെസൽസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലത്തെ 2 എണ്ണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റൺ ആൻഡ് ഡ്യൂ പഠിച്ചിട്ടുണ്ടാവും. അത് കൂടാതെ വേറെയും 6 മെറീഡിയൻസ് ഉണ്ട്. ആ മെറീഡിയൻസിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ ഈ പോയിന്റ്സ് ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി വെസൽസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതെന്തുകൊണ്ടാണ് ഇപ്പം മെറിഡിയനെ പറയാത്തതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എങ്കിലും നമ്മൾ ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ പോയിന്റ്സ് ഒക്കെ ഈ ഇഷ്യൂസിന് വളരെ നല്ല പോയിന്റുകളാണ്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഈ പിന്നെ ക്ലിഫ്റ്റ് പോയിന്റിൽ നമുക്ക് കോമൺ ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളത് പോയിന്റ്സ് ഏതൊക്കെയാണ്? ഇത് കുറെ കൊടുത്തിനല്ല അതില്? ഇല്ല, അങ്ങനെ കുറെ കൊടുത്തില്ല. നിങ്ങൾക്ക് ഓരോ പേഷ്യന്റും വരുന്നത് ഓരോ രീതിയിലല്ലേ വരിക. അതെ, കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാ ഈ സീക്രട്ട് പോയിന്റ്സ് എല്ലാം നല്ലതാണ്. ഗ്രൂപ്പിംഗിൽ വരുന്ന എല്ലാ പോയിന്റ്സിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ സർ.